അയ്യോ ബേസിൽ ജോസിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഏത് വലിയ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ബേസിൽ ജോസ് അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അത് കണ്ടിട്ടേ ബാക്കിയുള്ള പടങ്ങളൊക്കെ കാണും. പൃഥ്വിരാജിന്റെ കൂടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഗുരുവായൂർ. അയ്യോ എന്തൊരു അഭിനയല്ലേ, അങ്ങനെ കുടിച്ചോണ്ട് കിടക്കുന്നതോ ഭയങ്കര, എനിക്ക് ഭയങ്കര, നമ്മളറിയാതെ നമ്മൾ അതായത് ചിരിക്കില്ല. ഒരാൾ സ്ഥിരം എന്നെ വിളിക്കുമായിരുന്നു, ലെറ്റർ അയച്ച ലെറ്ററൊക്കെ എന്ത് ഇതന്നെ വഴക്കാണെന്ന്. ഞാൻ നസീറും സത്യൻ്റെ കൂടെ ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് അഭിനയിക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ചെറിയൊരു മനുഷ്യൻ, ഒരു കറുത്ത് കുരുങ്ങിപ്പോയി, ഇങ്ങനെ കിടുങ്ങിപ്പോയൊരുത്തൻ. ഇവരെല്ലാം കൂടി പോയി അവനെ പിടിച്ചു. പിന്നെ ഇവരെല്ലാം പോയി പിടിച്ചിട്ട് ചോദിച്ചു, നീ ആരെ കാണാനാ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഷീലയെ കാണാൻ വന്നതാ, അവളെൻ്റെ കാമുകിയാണ്, അവളെ വരാൻ പറഞ്ഞത് പറഞ്ഞു. നല്ല അടി, അടിയായ അടി അവനെ. അപ്പോൾ ഞാൻ ഓടി വന്നു, ഞാൻ പറഞ്ഞു അയ്യോ അടിക്കരുത് പാവം. ഹലോ ഹലോ, ആരാ ഇത്? ശ്രീലതേ, ശ്രീലതേ. അയ്യോ ശ്രീലത, എനിക്ക് ശബ്ദം മനസ്സിലായല്ലോ, ശ്രീലത എന്നുള്ളത് മനസ്സിലായല്ലോ. മല്ലിക, ശ്രീലത, ഞാന്, ശാരദ, ജയഭാരതി, ഞങ്ങളെല്ലാം കൂടി പഴയതുപോലെ ഒരു പടത്തിൽ അഭിനയിക്കണം, ചേർന്ന് അഭിനയിക്കണം. അതെടുക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ കേരളത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ഒരു ഓഫീസ് എടുത്ത് അവരെ കൊണ്ട് പിന്നെയും റീറൈറ്റ് ചെയ്ത് ഡയലോഗ് എഴുതി, സ്റ്റോറി മാത്രം മെൻ്റ് ചെയ്തായിരുന്നു, പിന്നെ ഡയലോഗ്സ് എഴുതി കുറേ ലക്ഷങ്ങൾ ചിലവാക്കി ഞാൻ. പിന്നെ അങ്ങേരെ വിളിച്ചാൽ കിട്ടുന്നില്ല, ആ പ്രൊഡ്യൂസർ കിട്ടുന്നേ ഇല്ല. എന്തായിന്ന്, പ്രൊഡ്യൂസർ ഉണ്ടോ അവിടെ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. വലിയൊരു ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറാണ്. MGR ഒക്കെ ഒരു പടത്തിൽ പോലും കുടിക്കുന്ന സീൻ പോലും അഭിനയിച്ചിട്ടില്ല, കുടിക്കുന്നതായിട്ട് പോലും അഭിനയിച്ചിട്ടില്ല MGR ഒക്കെ. പക്ഷെ അതുപോലെ അഭിനയിക്കാൻ ഒക്കില്ല. എന്നാലും എല്ലാ സീനിലും കുടിച്ചുകൊണ്ടിരിക്കണോ, എല്ലാ സീനിലും കുടി. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. അപ്പം ഷീലാമ്മ, ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കോള്. ഷീലാമ്മ ഇന്ന് ഇവിടെ എൻ്റെ അതിഥിയായിട്ട് എത്തി എന്നറിഞ്ഞുകൊണ്ട് ഒരു കോളാണ്. ഹലോ. ഹലോ, നമസ്കാരം മാം, വെൽക്കം ടു ദ കെന്ന ഷോ. സുഖായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എൻ്റെ മുന്നിലുള്ള അതിഥിക്ക് ഞാൻ ഫോൺ കൈമാറുകയാണ്, ഗസ് ചെയ്യുമെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ആരാ ഇത്? ശ്രീലതേ, ശ്രീലതേ. എനിക്ക് ഉറക്കത്തിൽ പോലും ഈ ശബ്ദം നല്ലോണം. അയ്യോ ശ്രീലത, എനിക്ക് ശബ്ദം മനസ്സിലായല്ലോ, ശ്രീലത എന്നുള്ളത് മനസ്സിലായല്ലോ. അയ്യോ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിട്ടോ. എന്താ നല്ലതേ, ഇന്നലെ കണ്ടതപ്പോഴേക്കും. പിന്നെ എങ്ങനെ, സുഖാണോ? എത്ര വർഷത്തെ സൗഹൃദമല്ലേ? അതെ അതെ, കുറേ വർഷങ്ങളായല്ലോ നമ്മൾ തമ്മിൽ. പിന്നെ ലത ഇപ്പൊ എവിടെയാ, ശ്രീലത എവിടെയാ അപ്പോ? ഞാനിപ്പോ ട്രിവാൻഡ്രത്താണല്ലേ? ശരി ശരി. ഇപ്പോഴും മരുന്നും അതൊക്കെ ഉണ്ടോ? ഈ മരുന്ന് കാച്ചലും അതും ഇതും ഒക്കെ ഉണ്ടോ? അതൊന്നും ഇല്ല. പക്ഷേ മാസത്തില് 3-4 പ്രാവശ്യം എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ട്. ഓ, അതെവിടെ, വീട്ടിലെ വെച്ച് തന്നെ എണ്ണ തേച്ചു കുളിയോ വേറെ സ്ഥലത്ത് പോകും? ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യും. അതൊക്കെ വളരെ നല്ലതാണ് ചെയ്യല്ലേ. ശരി ശരി. പിന്നെ ചെന്നൈയിലൂടെ വരുമ്പോ വരണം കേട്ടോ, വീട്ടിലൊക്കെ വരണം. ശരി ശരി. വേറെ എവിടെയും താമസിക്കാൻ പാടില്ല, എന്റെ കൂടെ തന്നെ താമസിക്കണം കേട്ടോ. അതന്നെ. ഓക്കെ ഓക്കെ. ഒരു നിമിഷം. സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു. ഒരു നിമിഷം. ഹലോ. ഹലോ മാം. അപ്പം ഷീലാമ്മയാണല്ലോ എൻ്റെ ഇന്നത്തെ ഗസ്റ്റ്. അപ്പൊ ഷീലാമ്മനെ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മാം. അപ്പൊ എൻ്റെ ഷോയ്ക്ക് വേണ്ടി ഒന്ന് ഷീലാമ്മയുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് ചെറിയ ഒരു സംഭവം. എന്നാലും ഷീലാമ്മ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏറ്റവും നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ശ്രീലതയെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ.
ഓക്കെ. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഷീലാമ്മയോട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാണ്ട് എനിക്ക് ഒരാഗ്രഹം ഇനി ഉള്ളത് എന്താന്ന് വെച്ചാല് ഷീലാമ്മയും ഞാനും കൂടെ ഇനി ഏതെങ്കിലും ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കണം. ഞങ്ങൾ ഒരുപാട് സിനിമ കിട്ടിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഇനിയുള്ള ആഗ്രഹം, ഒരുമിച്ച് അഭിനയിക്കണം. ഓക്കെ. അപ്പൊ ആഗ്രഹം സാധിക്കട്ടെ. അത് പറയണോ ഷീലാമ്മ? പറയണം. ഷീലാമ്മ കേൾക്കുന്നുണ്ട്, സ്പീക്കർ തന്നെയാ. കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രീലത മാം പറഞ്ഞത് ഇനി എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കണം എന്നാണ്. എൻ്റെ ആഗ്രഹം അതാണ്. അതായത് ഞങ്ങളുടെ പഴയ ആൾക്കാരെല്ലാം, അതായത് മല്ലിക, ശ്രീലത, ഞാന്, ശാരദ, ജയഭാരതി, ഞങ്ങളെല്ലാം കൂടി പഴയതുപോലെ ഒരു പടത്തിൽ അഭിനയിക്കണം, ചേർന്ന് അഭിനയിക്കണം. അതെടുക്കാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഒരുപാട് ഉണ്ടോ? ഇതിപ്പോ കേൾക്കുമ്പോ ആ ധൈര്യമുള്ള ആരെങ്കിലും വരും. ഷീലാമ്മയ്ക്ക് കൃത്യമായി പറയാൻ പറ്റുമോ എത്ര സിനിമകളിൽ ഡേറ്റ് ക്ലാഷ് മൂലം ഷീലാമ്മയ്ക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല എന്ന്? ആ സമയം ഷീലാമ്മയ്ക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ പറ്റാതെ പോയ സിനിമകളും കുറച്ചുണ്ടായിട്ടില്ലേ? അതെ, ചെയ്യാൻ, അതായത് കോൾ ഷീറ്റ് ഇല്ലാതെ കുറേ പടങ്ങൾ പോയി. എനിക്കത് ഓർമ്മയില്ല. കുറേ പടങ്ങൾ എനിക്ക് കോൾ ഷീറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റാതെ പോയ കുറേ പടങ്ങളുണ്ട്. എനിക്ക് പടങ്ങളുടെ പേരൊന്നും ഓർമ്മയില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അയ്യോ ഞാൻ ഈ പടം ചെയ്യാമായിരുന്നല്ലോ, പക്ഷേ കോൾ ഷീറ്റ് ഇല്ലാതായി പോയല്ലോ. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് പോയി. പിന്നെ ഒരുപാട് പടങ്ങൾ വന്നു. അത് ഞാനായിട്ട് പറഞ്ഞതല്ലേ, ഞാൻ അഭിനയിക്കില്ലെന്ന് പറഞ്ഞത് കാരണം അത് വേറെ കാര്യം. ഓക്കെ. ഇപ്പൊ മാം കോൾ ഷീറ്റ് ഇല്ലാണ്ട് പോയ ഇപ്പോഴും കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ അത് അഭിനയിക്കായിരുന്നു എന്ന് തോന്നിയ അത് ഏത് പടങ്ങളാണ്? അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കുറെ പടങ്ങളുണ്ട്, അങ്ങനത്തെ കുറെ പടങ്ങളുണ്ട്. ഓക്കെ. ഇപ്പം മാം ഷീലാമ്മ അഭിനയിച്ച എല്ലാ പടങ്ങളും ഒന്നും ഇല്ല, എല്ലാ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം എത്ര പടമെങ്കിലും അമ്മ അഭിനയിച്ചത് കണ്ടിട്ടുണ്ടോ? അമ്മ തന്നെ കുറെ പടങ്ങൾ കാണും. കുറെ പടം ഇപ്പൊ ഒന്ന് യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ പഴയ പടങ്ങളൊക്കെ. അന്ന് ഞാൻ കാണാതെ പോയ പടങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ ഞാൻ കാണുന്നുണ്ട്. ഈ ഇടയ്ക്ക് മുത്തശ്ശി എന്നൊരു പടം കണ്ടു. പിന്നെ വേറെ എന്തോന്ന് ജലതരംഗം, അതിന് എനിക്ക് അവാർഡൊക്കെ കിട്ടിയ പടമാണ്. ആ പടം കണ്ടു. അങ്ങനെ 2-3 പടങ്ങളൊക്കെ. പിന്നെ തോക്കുകൾ കഥ പറയുന്നു എന്നൊരു പടമുണ്ട്. തോക്കുകൾ കഥ പറയുന്നു. ആ പടമൊക്കെ ഈ ഇടയ്ക്കാണ് വെച്ചാൽ ഒരു 4-5 കൊല്ലത്തിനകമാണ് ഞാൻ കാണുന്നത്. അപ്പൊ ആ കാലത്ത് അതിസുന്ദരിയായ ഷീലാമ്മ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഒരുപാട് പ്രണയലേഖനങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ? അതൊക്കെ ധാരാളം വരും, ധാരാളം. അത് ഇങ്ങനെ വലിയ സഞ്ചികളല്ലേ, ആ സഞ്ചികളിൽ കുറേ ലെറ്റർ ഇട്ടിട്ട് പോയി ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെയാണ് ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് വായിക്കും ഞാൻ. ഇരുന്ന് വായിക്കും. ചിലവർക്കൊക്കെ നല്ല രീതിയിലൊക്കെ എഴുതിയ മറുപടിയൊക്കെ അയക്കും ഞാൻ. മറുപടിയൊക്കെ അയച്ചിട്ടുണ്ട്. ചിലവര് മിക്കവാറും എന്താ വെച്ചാൽ ആ പ്രേമിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സാണ് എനിക്ക്. ചിലവരൊക്കെ നീ എന്തിനാ മറ്റേ നസീറിന്റെ അവിടെ അത്രയും അലിഞ്ഞ് അഭിനയിക്കുന്നത്, അതൊന്നും വേണ്ട കേട്ടോ ഇനി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ വിരട്ടി അധികാരത്തോടുകൂടി പറയുന്ന കുറെ ലെറ്ററുകളൊക്കെ വരും. ചിലവർ വന്ന് എനിക്ക് കാശ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ലെറ്റേഴ്സ് വരും. അങ്ങനെ ഒരുപാട് കത്തുകൾ. അപ്പോൾ ഇപ്പൊ ഒക്കെ വന്ന് എല്ലാവർക്കും സെല്ലിൽ സംസാരിക്കാലോ. അന്നൊക്കെ ലെറ്റർ ആയിരുന്നു. ഏറ്റവും ശല്യം തോന്നിയ ആരെങ്കിലും അങ്ങനെ ഒരു ആരാധകൻ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? എന്താണ് എന്ന് അങ്ങനെ? അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാള് സ്ഥിരം എന്നെ വിളിക്കുമായിരുന്നു. സ്ഥിരം എപ്പോ നോക്കിയാലും നൈറ്റിൻ്റെ ഫോണിൽ, അപ്പൊ ഫോണല്ല, ഫോണിൽ സംസാരിക്കുമ്പോൾ ലെറ്റർ അയക്കും. ലെറ്റർ അയച്ച ലെറ്ററൊക്കെ ഇതന്നെ വഴക്കാണ്. ഞാൻ നസീറും സത്യൻ്റെ കൂടെ ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് അഭിനയിക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ക്ലോസ് ആയിട്ടാണ് അഭിനയിക്കാൻ പാടുന്ന, ഭയങ്കര വഴക്കുണ്ടാക്കും. പിന്നെ ഒരു ഓണത്തിന് അയാൾ പറഞ്ഞു, എടി ഷീലേ, ഞാൻ നിനക്ക് ഒരു പാർസൽ അയക്കുന്നുണ്ട്, പ്രസൻറ്റേഷൻ. അത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുൻവശത്തെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ പുറത്ത് ഒരു വലിയൊരു അത്തിമരം ഒരെണ്ണമുണ്ടായിരുന്നു, ഒരു ആൽമരം പോലെ ഒരു മരം. ആ മരത്തിൻ്റെ അടിയിൽ ഞാൻ വെച്ചിരിക്കും, നീ നാളെ രാവിലെ വന്ന് എടുത്തോളണം.
ഇത്രാം തീയതി ഇതെടുത്തോണം ഡേറ്റ് എഴുതി വെച്ചിരുന്നു. അപ്പം ഞാനിത് കളിയാക്കിയിട്ടേ എടുത്തുള്ളൂ. ഇങ്ങനെ കുറേ പേര് ഇവൻ കുറേ പറയുന്നതല്ലെന്ന്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നോക്കിയപ്പോഴേ ഒരു ചെറിയ പാക്കറ്റ്. എൻ്റെ വാച്ച്മാൻ, ഞങ്ങളുടെ വാച്ച്മാൻ വന്ന് പറഞ്ഞു, അമ്മ ഇതിൻ്റെ പാക്കറ്റ് കിടപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നീ തന്നെ തുറന്ന് നോക്കുക, വല്ല ദൂരത്തിൽ വെച്ചെടുക്കുക, വല്ല ബോംബോ മറ്റേ ആയിരിക്കും, നോക്കി തുറക്കുമെന്ന് പറഞ്ഞു. തുറന്ന് നോക്കിയപ്പോൾ ഒരു 1/2 മീറ്ററിൻ്റെ ഈ സാധാരണ ചീട്ടി തുണിയില്ലേ, ഒരു തുണിയുടെ ഒരു ബ്ലൗസ് തുണി. 1/2 മീറ്റർ. ആ, അപ്പോൾ അതിലൊരു ലെറ്റർ, ഞാൻ നിനക്ക് ബ്ലൗസ് തയ്ക്കാനായിട്ട് ഒരു തുണി കൊടുത്തു, ഞാൻ നിനക്ക് പുടവ കൊടുത്തതിൻ്റെ, പുടവ കൊടുക്കാൻ വെച്ചാൽ കല്യാണം പുടവ കൊടുക്കുന്ന അർത്ഥമാണ് ഇതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ ഇത് ശല്യമായിരിക്കും. പിന്നെ ഫോണിൽ എപ്പോൾ നോക്കിയാലും വിളി, രാത്രി 10 മണിക്കൊക്കെ വിളിക്കും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ അമ്മാവനും ഞങ്ങളുടെ ബ്രദേഴ്സ് എല്ലാം കൂടി പറഞ്ഞു, നീ ഒന്ന് പോയി ഇവനെ എന്തായാലും ഒന്ന് പിടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എപ്പോഴും ദേഷ്യത്തിൽ ഫോൺ വേടാന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? അവ പറഞ്ഞു, നിൻ്റെ കാമുകൻ, നീ മറന്നുപോയോ? നീ രാവും പകലും എൻ്റെ മനസ്സിൽ നീ ജീവിച്ചിരിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ശബ്ദവും നല്ല ശബ്ദമാണ് കേട്ടോ, കേൾക്കാൻ രസമുണ്ട് കേൾക്കാൻ. പിന്നെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒന്ന് കാണണമല്ലോ എനിക്ക്. എനിക്കും കാണണം, എപ്പോൾ വരും? ഞാൻ പറഞ്ഞു, ഒരു ഷൂട്ടിംഗ് ഇല്ലാത്ത ഒരു ദിവസം പറഞ്ഞു, ഇന്ന ദിവസം ഇന്ന വന്നേക്ക്, അതേ ആൽമരത്തിൻ്റെ അടിയിൽ തന്നെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആ ദിവസം അപ്പോൾ എൻ്റെ ബ്രദർ അപ്പുറത്ത് നിൽക്കുന്നു, ഒരു പോലീസുകാരനെ വിളിപ്പിച്ചു, അവൻ അപ്പുറത്തെ കുറച്ച് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മാവൻ അപ്പുറത്ത് നിൽക്കുന്നു. ഇന്ന ടൈമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മണ്ടനെ ഇതൊന്നും മനസ്സിലായില്ല. അവൻ വന്ന് ആ ടൈമിൽ അവൻ വന്നു. നോക്കിയപ്പോഴേ ഒരു പച്ച കളർ പാൻറ്റ്, ഒരു നീല കളർ ഒരു ഷർട്ട്, അതിൽ കുറേ പൂക്കളൊക്കെ ഉള്ള ഷർട്ട്, ഒരു മഞ്ഞ കളർ കൂളിംഗ് ഗ്ലാസ് ആയിട്ട് മുഖം മുഴുവനും ഇങ്ങനെ പൊള്ളപ്പുള്ള ഒരു കുള്ളൻ, ഒരു ചെറിയൊരു മനുഷ്യൻ, ഒരു കറുത്ത് കൂലിങ്ങിപ്പോയി ഇങ്ങനെ കിടുങ്ങിപ്പോയൊരുത്തൻ, ഇങ്ങനെയൊക്കെ മുഖത്തെല്ലാം പാടായിട്ട്. ഈ കൂളിംഗ് ഗ്ലാസ്, ഇത്രയും വലിയ കൂളിംഗ് ഗ്ലാസ്, മുഖം പകുതിയും കാണുന്നില്ല. അപ്പോൾ അവൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു, നിന്ന് എന്നെ ഇങ്ങനെ നോക്കുന്നു. ഇവനാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാം കൂടി പോയി അവനെ പിടിച്ചു. പിന്നെ ഇവരെല്ലാം പോയി പിടിച്ചിട്ട് ചോദിച്ചു, നീ ആരെ കാണാനാ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഷീലയെ കാണാൻ വന്നതാ, അവളെൻ്റെ കാമുകിയാ, അവളെ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. നല്ല അടിയായ അടി അവനെ. അപ്പോൾ ഞാൻ ഓടി വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ അടിക്കരുത്, പാവം, എന്നോടൊരു സ്നേഹം കൊണ്ടല്ലേ അവനെ ഇതൊക്കെ പറഞ്ഞത്. ഇനി അങ്ങനെ നീ ആരാന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉള്ളൊരു വലിയൊരു നടിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ നടിയെ അറിയാതെ അവൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വീട്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊന്നും പറയണ്ട, ആ നടിയുടെ വീട്ടിൽ നിന്നാണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ ചെയ്ത്, പോടാ പുറത്തെന്ന് പറഞ്ഞ് അവന് പുറത്താക്കി. ഞാൻ പറഞ്ഞു, ഒരു വീട്ടൊന്നും നിർത്തണ്ട, അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്തില്ല. എൻ്റെ ഫോൺ എടുത്ത് കണ്ട നടികളൊക്കെല്ലാം ഫോൺ ചെയ്തുകൊണ്ടിരിക്കാനാണ്. അവിടുത്തെ കുക്കാണ്, ചോറ് വയ്ക്കുന്ന ആളാണ്. അവൻ്റെ വേഷം ഒന്ന് കാണണമല്ലോ. ഇപ്പോഴും എനിക്കൊരു പേടി സ്വപ്നമാണ് ആ വേഷം. കളറായിട്ട് ഒരു വേഷം, എന്നെ കാണാനായിട്ട് കളർഫുള്ളായിട്ട് വന്നിരിക്കുക. എന്ത് ചെയ്യാനാ? ആ നടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത്. അവിടുന്ന് അവരുടെ ഫോൺ, അന്നൊക്കെ സെല്ലല്ലോ, ആ നടിയുടെ ലാൻഡ് ലൈനില്ലേ, അതിൽ നിന്നാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ കുറേ പ്രണയലേഖനം വന്നിട്ടുണ്ട്. ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ലേഖനം ഉണ്ടോ? ഇതാണ് ഓർമ്മയിൽ നിൽക്കുന്ന പ്രേമലേഖനം. ചുമ്മാ പ്രേമിച്ചാൽ മതി, അവൻ്റെ ഒക്കെ വന്ന് അവനെ പിടിച്ച് ഇതാണ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രേമലേഖനം. എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ലെറ്ററോ എന്തെങ്കിലും? അതൊക്കെ ലെറ്ററൊക്കെ ആര് റിയലായിട്ട് വന്നൊരു പ്രേമലേഖനം ആരും സൂക്ഷിച്ച് വെക്കുന്നില്ല. അത്രയും പ്രേമലേഖനങ്ങളൊക്കെ ആരും, കുറേ നല്ലതായിട്ട് എഴുതുന്നവരുണ്ട്, ചീത്തയായിട്ട് എഴുതുന്നവരുണ്ട്, കുറേ ആരാധകന്മാർ ഒക്കെ എഴുതും. ഓക്കെ. ഇനി അമ്മയുടെ ഇനി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പൊ അതിലെന്തെങ്കിലും പ്ലാൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമ്മ തന്നെ മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ടോ?
എനിക്ക് പ്ലാനിങ്ങേ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പ്ലാനിങ് വെച്ചാൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഇന്ന ഇതെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പ്ലാൻ ചെയ്യുക, അതാണ് എൻ്റെ ജീവിതമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഒരു പ്ലാനൊന്നുമില്ല. ഇന്ന് രാവിലെ മുതൽ നൈറ്റ് വരെയും ജീവിതമുണ്ട്, നമ്മൾ നല്ലതായിട്ട് നിൽക്കണം. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ സന്തോഷമായിട്ട് ഞാൻ തന്നെ ചിരിക്കും. പിന്നെ ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന പറയും. പ്രാർത്ഥിക്കും, ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കണം, ഇന്നലത്തെ ദൈവമേ ഇന്നലത്തെ ദിവസം നല്ല ദിവസമായിരുന്നല്ലോ, അതുപോലെ അതിന് നന്ദി, ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കണം എന്ന് പറഞ്ഞ് ഐ എം വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷമാണ്, എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ്, എല്ലാ കാര്യങ്ങളും സന്തോഷമാണ്. ഇന്ന് ഞാൻ ഒരു വഴക്ക് പോലും ആരെയും പറയത്തില്ല, എന്ത് സംഭവിച്ചാലും എനിക്ക് അപ്സെറ്റ് ആവില്ല എന്നൊക്കെ ഞാനൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതാണ് ഒരു പോസിറ്റീവ് മന്ത്ര. കാലത്ത് നമ്മളെ തന്നെ ഒന്ന് ചിരിച്ച് നമ്മളെ തന്നെ ഞാൻ നല്ലവളാണ്, ഞാൻ നല്ല കാണാൻ കൊള്ളവളാണ്, എനിക്ക് നല്ല ആൾക്കാരുണ്ട്, എൻ്റെ നല്ല റിലേഷൻസ് ഉണ്ട്, എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് നല്ലൊരു ഇത് കിട്ടും. അതെ അതെ. ഇപ്പം മൂവീസ് ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സ് ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സിനെയും ആക്ട്രസിനെയും കിട്ടിയിട്ടുണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ. അമ്മയ്ക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി ഏതാണ്? ഞാൻ പറയട്ടെ, എനിക്ക് ഒരുപാട് പേരുടെ അഭിനയം വളരെ ഇഷ്ടമാണ്, പക്ഷെ പേരുകൾ എനിക്ക് കിട്ടുന്നില്ല. പേര് എനിക്ക് അറിയുന്നില്ല എന്താ പേരാന്ന്. പടങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ. പുതിയതായിട്ട് വന്നിരുന്ന നല്ല ആദ്യത്തെ പടത്തിൽ തന്നെ എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്നവരൊക്കെ നല്ലതായി അഭിനയിക്കുന്നുണ്ട്. പുതിയതായിട്ട് വന്ന ആണുങ്ങളും ശരി പെണ്ണുങ്ങളും ശരിയൊക്കെ വളരെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരുടെ പേരുകൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം. പടം എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ അമ്മയ്ക്ക്? ഈ അടുത്ത് കണ്ട ആടുജീവിതം അല്ലാണ്ട് പടങ്ങൾ ഓർമ്മയൊക്കെയുണ്ടോ? ഇപ്പം ഇഷ്ടപ്പെട്ട നടന്റെ ഇപ്പൊ പറഞ്ഞില്ലേ പേര് ഓർമ്മയില്ല. പടങ്ങൾ വന്ന് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അഭിനയിച്ച പെണ്ണാരാ? നിമിഷ. ആ പെണ്ണ് സുരാജ്. അതെന്ത് റിയാലിറ്റിയാണ് അവർ അഭിനയിക്കുന്നതൊക്കെ വളരെ ഇതായി തോന്നും. പിന്നെ ഇനി വന്ന് നടൻ ആരാന്നറിയോ എനിക്ക് ഇഷ്ടപ്പെട്ടത്? ആ ഒരു കോഴിക്കട, ആ പേരെനിക്ക് ജയഹയാണോ? കോഴിക്കട ഒരു പെണ്ണ്. കോഴിക്കട ബേസിൽ ജോസ്. അയ്യോ, ബേസിൽ ജോസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങേരെ അഭിനയിച്ച പടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഏത് വലിയ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിലും ബേസിൽ ജോസ് അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അത് കണ്ടിട്ടേ ബാക്കിയുള്ള പടങ്ങളൊക്കെ കാണത്തുള്ളൂ. വലിയ അങ്ങേരെ അഭിനയിച്ച എന്തെങ്കിലും ആ പടത്തിൽ എന്തെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു നമ്മൾ കണ്ടോട്ട് അങ്ങനെ അഭിനയം. ഈ ഇടയ്ക്ക് ഒരു പൃഥ്വിരാജിന്റെ കൂടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഗുരുവായൂർ. അയ്യോ, എന്തൊരു അഭിനയല്ലേ! അങ്ങനെ കുടിച്ചോണ്ട് കിടക്കുന്നതോ എനിക്ക് ഭയങ്കര നമ്മൾ അറിയാതെ അതായത് ചിരിക്കില്ല, നമ്മുടെ മനസ്സിന്റെ അകത്തൊരു ഭയങ്കര സന്തോഷം തോന്നും അങ്ങനെ അഭിനയം കാണുമ്പോ. ഇത് കേട്ട എന്തായാലും ബേസിൽ ജോസ് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയമുള്ളത് ബേസിൽ ജോസ് ആണ്. ബേസിൽ ജോസഫിന്റെ ഒപ്പം മൂവിയിൽ ഇനി ഒരു ചാൻസ് കിട്ടിയാൽ ഒന്നും നോക്കാതെ ആക്ട് ചെയ്യും. പിന്നെ ഇനിയൊരു പെണ്ണുണ്ടല്ലോ, ധനുഷിനോടൊക്കെ പോയി അഭിനയിച്ചല്ലോ, ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ധനുഷിനോട്. പിന്നെ സൂര്യയോടെ പോയി അഭിനയിച്ചില്ലേ, അപർണ ബാലമുരളി. ആ പെണ്ണും നല്ല നല്ല അഭിനയാണ്. അപർണ ബാലമുരളി അത് നല്ല നാഷണൽ അവാർഡും കിട്ടി. അത് നല്ല അഭിനയാണ്. ബേസിൽ ജോസഫിനെ വെച്ച് ഡയറക്ഷൻ ഒക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഡയറക്ഷന് വേണ്ടി ഒരു കഥ എഴുതി, സ്ക്രീൻ പ്ലേ എഴുതി, എല്ലാം ബ്രേക്ക് ഡൗൺ, കാൾ ഷീറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തു, 1 ലൈൻ ട്രീറ്റ്മെന്റ് എഴുതി, ഒരു ആർട്ടിസ്റ്റിന് എത്ര ദിവസം അങ്ങനെ മുഴുവൻ എഴുതി ഒരു പടം. എല്ലാം ഞങ്ങൾ ആദ്യം ഈ സ്റ്റോറി വന്ന് തമിഴ്നാട്ടിലുള്ള ഒരു മലയാളിയായ ഒരാളുടെ അടുത്ത് ഈ കഥ പറഞ്ഞു. അപ്പോൾ അങ്ങേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ പറഞ്ഞു, ഇതിൽ ഒരു പഴയ ആൾക്കാരും കൂടെ പാടില്ല, പുതിയ ആൾക്കാരെ വെച്ചേ അഭിനയിക്കുക പാടില്ല. അതിൽ വന്ന് എൻ്റെ കഥയാണ് എൻ്റെ ഹീറോ, അങ്ങനെ നിങ്ങൾ എടുക്കാമോ? എടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഒരു ഓഫീസ് എടുത്ത് അവരെ കൊണ്ട് പിന്നെയും റീറൈറ്റ് ചെയ്ത് ഡയലോഗ് എഴുതി, സ്റ്റോറി മാത്രം എൻ്റെ ചെയ്തായിരുന്നു, പിന്നെ ഡയലോഗ്സ് എഴുതി കുറേ ലക്ഷങ്ങൾ ചിലവാക്കി ഞാൻ. പിന്നെ അങ്ങേരെ വിളിച്ചാൽ കിട്ടുന്നില്ല, ആ പ്രൊഡ്യൂസർ കിട്ടുന്നേ ഇല്ല. എന്തായിന്ന് പ്രൊഡ്യൂസർ ഉണ്ട് അവിടെ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. വലിയൊരു ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറാണ്, ഒരുപാട് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. പക്ഷെ
ഫോൺ എടുക്കുന്നില്ല. ആ കഥയും എല്ലാം റെഡി ആയിട്ടിരിക്കും എടുക്കാനായിട്ട്. യങ്സ്റ്റേഴ്സിനെ വെച്ച് എടുക്കാൻ പ്ലാൻ ഉണ്ട്. പ്ലാൻ ഉണ്ട്. യങ്സ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ മകൻ ഡയറക്റ്റ് ചെയ്യും. സ്റ്റോറി എൻ്റെതാണ്. ഓക്കെ. സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ ഒക്കെ അവിടെ വേറെ ഒരു മലയാളി ഒരു സ്ക്രീൻ പ്ലേ എൻ്റെതാണ്. ഓക്കെ. അങ്ങനെ ഒരു റെഡി ആയിട്ട് മനസ്സിൻ്റെ അകത്തുണ്ട്, ഒരാഗ്രഹമുണ്ട്. ആഗ്രഹം നടക്കട്ടെ. ഞങ്ങൾ ആഗ്രഹം ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അമ്മ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലത്ത് സ്റ്റാർഡം നോക്കിയാണ് എല്ലാവരും മൂവീസ് കാണാൻ പോയത്. ഇന്ന ആക്ടർ. അപ്പൊ ഇന്ന ആക്ടർ ആണെങ്കിൽ അത് സ്റ്റോറി എത്ര മോശമായാലും നമ്മൾ കാണാൻ പോകും. അല്ലല്ല, അന്നത്തെ കാലത്ത് സ്റ്റാർഡം എന്നൊക്കെ ബാനർ ആരാണ് ഈ പടം എടുക്കുന്നത്, അതായത് മഞ്ജുലാസ് ജോസഫ് എടുക്കണമെങ്കിൽ അവർ പോയി കാണും. ഉദയ അങ്ങനെ തന്നെ ഈ ബാനർ ഉണ്ടല്ലോ, ആ പ്രൊഡ്യൂസർ ബാനർ വെച്ച് എടുക്കുന്ന AVM പടങ്ങൾ എന്ന് പറഞ്ഞ അത് കഴിഞ്ഞാണ് ഹീറോ. അതെ, ഹീറോ. പിന്നീട് വരുമ്പത്തിന് പിന്നെ ഹീറോസ് ഏതാന്ന് നോക്കിയിട്ട് പോയി കാണുന്നവരുണ്ട്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും സോഷ്യൽ മീഡിയ ഒക്കെ അപ്ഡേറ്റഡ് ആയതുകൊണ്ടാണോ കുറച്ച് പേര് എല്ലാരും ആക്റ്റീവായി നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ എല്ലാരും സ്റ്റോറിയാണ് നോക്കുന്നത്. കഥ നന്നായാച്ചാൽ മതി, ആരഭിനയിക്കണു എന്നതിൽ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പ്രശസ്തിയില്ല. സ്റ്റോറി നല്ലതാണോ, എന്റർടൈൻമെന്റ് ഉണ്ടോ, എൻഗേജിങ് ആണോ, അതിൽ ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് അമ്മ യോജിക്കുന്നത്? എനിക്ക് വളരെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ നല്ല കഥയായിരിക്കണം. ഹീറോയിൻ എല്ലാം കഥയായിരിക്കണം. ഒരു ചെറിയൊരു സംഭവം എടുത്ത് അത് ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ കുറേ മുടികളൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ, ഒരു 6-7 പേര്, അവരെല്ലാം കൂടി ചേർന്ന് ഇരുന്ന് കുടിക്കുന്നു. ഒരു മനുഷ്യൻ കുടി നിർത്തണമെന്ന് വിചാരിച്ചാൽ പോലും ആ ഗ്ലാസ്സിൽ വെച്ച് ആ ഒരു ഇത് വെച്ച് ഐസ് ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അത് വലിയ ലെവലിലുള്ളവർ. സാധാരണ ആകുമ്പോൾ ചെറിയത് വന്നാൽ പോലെ ഉടനെ കുടി. MGR ഒക്കെ ഒരു പടത്തിൽ പോലും കുടിക്കുന്ന സീൻ പോലും അഭിനയിച്ചിട്ടില്ല. കുടിക്കുന്നതായിട്ട് പോലും അഭിനയിച്ചിട്ടില്ല MGR ഒക്കെ. പക്ഷെ അതുപോലെ അഭിനയിക്കാൻ ഒക്കില്ല. എന്നാലും എല്ലാ സീനിലും കുടിച്ചുകൊണ്ടിരിക്കണോ, എല്ലാ സീനിലും കുടി. ഇത് വളരെ കുടി നിർത്തണമെന്ന് വിചാരിച്ചപ്പോൾ പടം കാണാം, നമുക്ക് നേരെ അവിടെ നിന്ന് ബാറിലോട്ട് പോകണം. പടം കഴിച്ച പിന്നെ എടാ ഈ പടത്തിൽ കഴിഞ്ഞിട്ട് ഏത് ബാറാണത്, നമുക്ക് അവിടെ പോയി കഴിക്കാം എന്ന് വിചാരിക്കും. ലോകം മൊത്തം കണ്ടു എന്ന് ശീലാമ്മ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഈ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പറയുകയാണെങ്കിൽ ജപ്പാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ പൂക്കളൊക്കെ വരുന്ന ആ സമയത്ത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഇതാണ് അവിടുത്തെ വലിയ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അഭിനയിക്കാൻ നിർത്തിയിട്ട് പിന്നെ ഞാൻ ആദ്യം ലോകം ചുറ്റണം തോന്നിയപ്പോൾ ആദ്യം പോയത് എല്ലോര ഗുഹകളില്ലേ, അജന്ത ഗുഹകൾ. അവിടുത്തെ പഴയ കാല പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് വന്നു. പക്ഷെ എവിടെ പോയാലും എനിക്ക് ചെന്നൈയിൽ വന്ന് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. ചെന്നൈ. പിന്നെ കേരളം എന്ന് പറയുന്നത് എല്ലാവർക്കും ഗോഡ്സ് ഓൺ കൺട്രി ആണല്ലോ. ഞാൻ എപ്പോൾ വന്നാലും ഞങ്ങൾ ഷൂട്ടിങ്ങിനൊക്കെ എല്ലാ ഷൂട്ടിങ് വന്ന് ഇവിടെയായിരിക്കും, ചെന്നൈയിലായിരിക്കും. പക്ഷേ ഇത് മലയാളം പടം എന്ന് അറിയണമല്ലോ. അപ്പോൾ പാട്ടെടുക്കാൻ വേണ്ടി വന്ന് ഇവിടെ നിന്ന് വയനാട്ടിലോ അല്ലെങ്കിൽ ഇവിടെ ഈ തെങ്ങുകളൊക്കെ കുറവുള്ള സ്ഥലത്ത് കൊണ്ടുവരും. കാരണം ഒരുപാട് തെങ്ങ് വേണമല്ലോ, അപ്പോഴാണ് ഇത് മലയാളം പടം എന്ന് തോന്നുള്ളൂ. പാട്ടിന് വേണ്ടി വരും. അപ്പോൾ വരുമ്പോൾ ഒക്കെ വെയിൽ കാലത്താണ് വരുന്നത്, സമ്മറിലാണ് വരുന്നത്. വേർത്ത് ഞാൻ മഴയെ കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഞാൻ വരുമ്പോൾ മഴയില്ലാത്ത സമയത്തേ വന്നിട്ടുള്ളൂ. എപ്പോൾ വന്നാലും എനിക്ക് നല്ല മഴക്കാലത്ത് വന്ന് ഇവിടെ വന്ന് നിൽക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അത് സാധിച്ചിട്ടുണ്ടോ? അത് എവിടെ സാധിച്ചോണ്ട്? ഇപ്പൊ കൂടെ മഴയില്ലല്ലോ, ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും മഴയില്ല. ഒരു ചാറ്റൽ മഴ. ഇതൊക്കെ ഒരു മഴയാണോ? ചെന്നൈയിൽ മഴ എന്ന് പറഞ്ഞാൽ രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ, പകല് മഴയില്ല. രാത്രി വളരെ അപൂർവമാണ് പകലില് മഴ എന്ന് പറയുന്നത്. നൈറ്റില് നല്ല മഴയുണ്ടാവും, പകലൊന്നും ഉണ്ടാവില്ല. ഈ വിശ്രമ സമയത്ത് അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മൂവീസ് കാണലാണോ അല്ല വേറെ എന്തൊക്കെയാണ് ഹോബീസ്? എനിക്ക് ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട് കുറേ നാൾക്ക് മുമ്പ് പറഞ്ഞ് പെയിന്റ് ചെയ്യണമെന്നൊരു ഇഷ്ടമുണ്ടായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ വന്ന് എന്ത് പടമാണ്, ടർക്കിഷ് പടങ്ങളുണ്ട്, ടർക്കിഷ് സീരീസ് ടർക്കിഷ് സീരീസ്. നല്ല രസമാണ് അതൊക്കെ കാണാൻ. നല്ല എന്തായിട്ടാണ് അതിൽ വന്ന് ബ്രേവ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്. അതൊക്കെ നല്ല
കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ എഴുന്നേൽക്കാൻ തോന്നത്തില്ല. സമയം പോകുന്നതേ സമയം പോകുന്നത്. ടർക്കി സീരിയൽസ് ഒക്കെ വളരെ നന്നായിരുന്നു. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഒരു ബുക്ക് എക്സിബിഷൻ ഉണ്ടായിരുന്നു കാലിക്കറ്റിൽ. അപ്പോൾ എൻ്റെ ഒരു ബുക്ക് റിലീസ് ചെയ്തിരുന്നു അന്ന്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഡയറക്ടേഴ്സും എഴുത്തുകാരൊക്കെ വന്നിരുന്നു ഈ സീരീസിനൊക്കെ. അപ്പോൾ ഞാൻ ഓടിപ്പോയി അവരെ കണ്ട്, അയ്യോ നിങ്ങളുടെ പടങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വിടത്തില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. ഞാൻ അതിനെയൊക്കെ കാണാനെത്തു ഞാൻ. ഓക്കെ. ആൻഡ് അമ്മ ഇപ്പോൾ ഒരുപാട് പടത്തിൽ ഷീലാമ്മ അഭിനയിച്ചു. ദ ഫസ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും ആ ഒരു പദവി തരുന്നു, ആ ടൈറ്റിൽ തരുന്നു. ഇപ്പം അമ്മയ്ക്ക് പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി അപർണ ബാലമുരളി ഇപ്പൊ റീസെന്റ് ആയിട്ട്. അപ്പൊ ആൾക്ക് നാഷണൽ അവാർഡ് കിട്ടി. പുതിയ ആൾക്കാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപർണ ബാലമുരളിയുടെ അഭിനയം. അയാള് കണ്ടിട്ടില്ല? ഹീറോ ബേസിലിന്റെ കാര്യം പറയാനുണ്ട്. ബേസിൽ എനിക്ക് ഇഷ്ടം. ബേസിലിന്റെ എല്ലാ പടങ്ങളും എല്ലാം ഇതുവരെയ്ക്കുള്ള പടങ്ങൾ, പഴയ പടങ്ങളും കാണാതെ വിട്ട പടങ്ങളും കൂടെ ഇപ്പൊ ഞാൻ ബേസിലിന്റെ പടങ്ങളൊക്കെ അതൊക്കെ കണ്ടിട്ട് ബേസിലുണ്ടല്ലോ എന്ത് രസമാണ്. എനിക്ക് പറയാൻ വയ്യ എന്താണ് അവന്റെ അഭിനയം. ഭയങ്കര അഭിനയം. നുണക്കുഴി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് അഭിനയിക്കുന്നത്. ആദ്യം എനിക്ക് കാണുന്നത്. ഇപ്പൊ ബേസിൽ ഡയറക്ട് ചെയ്ത മിന്നൽ മുരളി കണ്ടിട്ടുണ്ടോ? അത് കണ്ടു. ആദ്യം ഞാൻ മിന്നൽ മുരളി കാണാതിരുന്നതാ. അങ്ങനെ ഡയറക്ട് ചെയ്യുന്നു പറഞ്ഞാലും പിന്നെയാ ഞാൻ കണ്ടത്. ആണോ? ഓ, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ പറഞ്ഞത് ഇഷ്ടം എന്താ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പൊന്നി ബേസിലേട്ടാ ഇത് കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെന്നൈയിലേക്ക് ഷീലാമ്മയുടെ അടുത്തേക്ക് പോകേണ്ടതാണ്. എനിക്കൊന്ന് ബേസിലേട്ടൻ ഇനി ഇതിൽ പറയുന്ന സന്തോഷമില്ല. ഇത്രയും എക്സ്പ്രസീവ് ആയിട്ടാണ് ഷീലാമ്മ ഇഷ്ടം തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് എനിക്കൊരു ചോദ്യം ഉള്ളത്, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും നാഷണൽ അവാർഡ് കിട്ടാത്തതിൽ ഒരു സങ്കടം അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും ഞങ്ങൾ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് അങ്ങ് തോന്നിയിട്ടേ ഇല്ല. ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, നിങ്ങളൊക്കെ വിളിച്ച് എന്നെ സംസാരിക്കുന്നു, ഇതൊക്കെയല്ലേ ഒരു വലിയ സന്തോഷം. ഒരു ബൊമ്മ മേടിച്ചുകൊണ്ട് വീട്ടിൽ എത്രയാ, ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഈ അവാർഡ് വെക്കുന്ന കുറെ ഷെൽഫുകളുണ്ട്, അതെല്ലാം വെച്ചു. പിന്നെ സ്റ്റാർ കേസ് ഉണ്ട്. എൻ്റെ വീട്ടിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിലും ഒരു സ്റ്റാർ കേസ് ഉണ്ടാവണമല്ലോ, ആ സ്റ്റാർ കേസിനും അവിടെ മുഴുവൻ വെച്ചു. പിന്നെ എൻ്റെ കാർ ഷീറ്റിൻ്റെ അവിടെ എല്ലാവരും ഇങ്ങനെ വെച്ചു. ഇനി എവിടെ കൊണ്ട് വെക്കാനാ? ഇനി നാഷണൽ അവാർഡ് കിട്ടിയാൽ എന്താ, കിട്ടിയില്ലെങ്കിൽ എനിക്ക് അവാർഡേ വേണ്ട. ചിലവരൊക്കെ ആദരിക്കാന്ന് വിളിക്കുക, എനിക്ക് ആദരവേ വേണ്ട, നിങ്ങളുടെയൊക്കെ സ്നേഹം തന്നെ മതി. അതായത് നാഷണൽ അവാർഡ് കിട്ടാത്തതിൽ എനിക്ക് യാതൊരു, ചുമ്മാ നിങ്ങൾ വിചാരിക്കുക ചുമ്മാ കിട്ടാത്തതിൻ്റെ വേദന ഇത് പറയുകയാണെന്ന്. എനിക്ക് ഒരു വേദനയില്ല. ശാരദയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ ആദ്യം വിളിച്ച് ഞാനാണ് കൺഗ്രാജുലേഷൻ പറഞ്ഞത്. വളരെ സന്തോഷമാണ്. ശാരദയോട് ഇപ്പോഴും സംസാരിക്കുമ്പോൾ ചോദിച്ചു നോക്കും. ഫസ്റ്റ് ഞാനാണ് വിളിച്ച് പറഞ്ഞത്. എനിക്ക് ആദ്യമൊക്കെ ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഈ അവാർഡോ നാഷണൽ അവാർഡോ ഒക്കെ അത്രയും വലിയ പഠിപ്പും ഇല്ല, എനിക്ക് അറിയില്ല. പക്ഷേ അറിഞ്ഞു വന്നപ്പോഴും എനിക്കിതിനെപ്പറ്റി ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് ശിവാജി ഗണേശനെ കിട്ടിയില്ല, പിന്നെയല്ലേ എനിക്ക് ഷീലയ്ക്ക്. ശിവാജി കുറച്ച് ഓവർ ആക്ട് എന്നൊക്കെ പറഞ്ഞാലും അങ്ങേരോ അഭിനയിച്ച് കഴിഞ്ഞ് ലാസ്റ്റായപ്പോൾ അങ്ങേര് എന്തൊക്കെയോ ചെയ്താലേ നിൽക്കാനൊക്കെ. അങ്ങേരെ പോലെ അഭിനയിക്കാൻ ഒരാളുണ്ട്, അങ്ങേർക്കേ കിട്ടിയിട്ടില്ല. നമുക്ക് ഒന്നിനോട് അങ്ങനെ പ്രത്യേക ആഗ്രഹമോ അതൊന്നും ഇല്ലാത്ത അല്ലേ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മതി അങ്ങനെ. എനിക്കിഷ്ടമാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതെങ്ങനെ ഒരു പൂ വയ്ക്കണം, അതൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഒരുപാട് ആഗ്രഹം, അതും എല്ലാ സമയത്തും സംസാരിക്കുന്നത് ഇഷ്ടം. എനിക്കൊരു മൂടുള്ളപ്പോൾ സംസാരിക്കണം. എൻ്റെ സമയത്ത് എനിക്ക് സമയം, ചുമ്മാ ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ ഇഷ്ടമല്ല. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചുമ്മാതിരിക്കുമ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ. ഇപ്പം ഷീലാമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഇപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഷീലാമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. ഞങ്ങളെല്ലാം എന്താ പറയുക, ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് കണ്ട് ഒരുപാട് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിത്വമാണ് ഷീലാമ്മയുടേത്. അപ്പം ഷീലാമ്മയുടെ ഒരു ആരാധകൻ ഇവിടെ വന്നിട്ടുണ്ട്. ഷീലാമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് കണ്ടാലോ? ഓക്കെ. ഒരു സർപ്രൈസ് ആണ്.
നന്നായിരിക്കുന്നു. പഴയ ശീല അല്ലേ? ആ, അല്ലേ? പഴയ ആർട്ടിസ്റ്റ് ആണല്ലേ? വരയ്ക്കുന്നതിലും ആർട്ടിസ്റ്റ്, അഭിനയിക്കുന്നതിലും ആർട്ടിസ്റ്റ് ആണ്. 2 ആർട്ടിസ്റ്റ് ആണ്. വളരെ നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു. എന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പഴയ ശീല. പഴയ ശീല. അതെ. അമ്മയ്ക്ക് പേഴ്സണൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ ഒരു ഇടവേള എടുത്തത്? അതുപോലെ എൻ്റെ പേഴ്സണലായിട്ട് എൻ്റെ മകനെ വളർത്താൻ വേണ്ടി. ഈ ഒരു കൊച്ചിനെ പ്രസവിച്ചാൽ മാത്രം അമ്മയാവില്ല, വളർത്തണം. വളർത്തുന്നവരാണ് അമ്മ. പ്രസവിക്കുന്നൊന്നും ആരും പ്രസവിക്കാം.